തങ്കമണി ഇതൊരു സ്ത്രീയുടെ പേര് മാത്രമല്ല, പോലീസിൻ്റെ നരനായാട്ടിൽ വിറങ്ങലിച്ചു പോയ ഒരു നാടിൻ്റെ കൂടി പേരാണിത്. 1980കളിൽ ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന മലയോര ഗ്രാമത്തിൽ ബസ് റൂട്ടുമായി ബന്ധപ്പെട്ടു നടന്ന ചെറിയൊരു തർക്കം. അതായിരുന്നു കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കിയ കോളിളക്കമായി മാറിയ തങ്കമണി സംഭവം. കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് നരനായാട്ടെന്നാണ് തങ്കമണി സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിൽപ്പെട്ട തങ്കമണി എന്ന ഗ്രാമത്തിൽ നടന്ന ചെറിയൊരു തർക്കം അത് സംസ്ഥാന സർക്കാരിനെ പോലും പിടിച്ചുകുലുക്കി. മുഖ്യമന്ത്രി കെ കരുണാകരന് രാജിവെക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരുന്നു? 1986 ഒക്ടോബർ 21 അന്നാണ് കേരളത്തെ ഞെട്ടിച്ച തങ്കമണി സംഭവമുണ്ടായ ആ തർക്കമുണ്ടായത്. കട്ടപ്പന തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ ചെറിയൊരു തർക്കം നടക്കുന്നു. അന്ന് പാറമടയിൽ നിന്ന് തങ്കമണി വരെയുള്ള റോഡിൻ്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. കട്ടപ്പനയിൽ നിന്ന് തങ്കമണിയിലേക്ക് സർവീസ് നടത്തിയിരുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ യാത്രക്കാരെ ഇറക്കിവിടും. എന്നാൽ തങ്കമണി വരെയുള്ള ടിക്കറ്റ് നിരക്ക് വാങ്ങുകയും ചെയ്യും. യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇത് വല്ലാതെ അമർഷമുണ്ടാക്കിയിരുന്നു. ഈ കാരണം പറഞ്ഞ് ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ പലതവണ തർക്കങ്ങളും നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പതിവ് പോലെ യാത്രക്കാരെ പാറമടയിൽ ഇറക്കാനായി ബസ് നിർത്തി. എന്നാൽ ഒരു വിദ്യാർത്ഥി അതിനെ എതിർത്തു. ബസ് തങ്കമണി വരെ പോകണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. അങ്ങനെ തർക്കം രൂക്ഷമായപ്പോൾ ബസ്സിലെ കണ്ടക്ടർ ഈ വിദ്യാർത്ഥിയെ കയ്യേറ്റം ചെയ്തു. എന്നിട്ട് ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഈ സംഭവം അറിഞ്ഞതോടെ നാട്ടുകാർ രോഷാകുലരായി. പിന്നീട് അവർ പാറമടയിൽ കാത്തുനിന്നു. പതിവ് പോലെ ബസ് പാറമടയിൽ നിർത്തി യാത്രക്കാരെ ഇറക്കി വിടാൻ തുടങ്ങുമ്പോഴേക്കും നാട്ടുകാർ സംഘടിച്ചെത്തി ബലമായി ബസ്സിനെ തങ്കമണിയിലേക്ക് കൊണ്ടുപോയി. ഇതായിരുന്നു തങ്കമണി സംഭവത്തിൻ്റെ ഹേതു. വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തതിന് ജീവനക്കാർ മാപ്പ് പറയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ബസ് കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് കട്ടായം പറഞ്ഞ അവർ ബസ്സിൻ്റെ ടയറുകളുടെ കാറ്റഴിച്ചു വിട്ടു. എന്നാൽ മാപ്പ് പറയാൻ ജീവനക്കാർ തയ്യാറായില്ല. സംഭവം അറിഞ്ഞ ബസ്സുടമ ദേവസ്യ കട്ടപ്പനയിൽ നിന്ന് പോലീസുകാരെയും കൂട്ടി തങ്കമണിയിലെത്തി. ജീവനക്കാരെ കൊണ്ട് മാപ്പ് പറയിക്കാതെ പോലീസുകാരെയും കൂട്ടി വന്ന് ബസ് കൊണ്ടുപോകാനായിരുന്നു ദേവസ്യയുടെ പദ്ധതി. എന്നാൽ മാപ്പ് പറയാതെ ബസ് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിൽ നാട്ടുകാർ ഉറച്ചുനിന്നു. അതോടെ സംഭവത്തിൽ പോലീസ് ഇടപെട്ടു. പോലീസിന് നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുമായിരുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നത്തിൽ പോലീസ് പക്ഷം പിടിച്ചത് നാട്ടുകാരെ കൂടുതൽ രോഷാകുലരാക്കി. മാപ്പ് പറയാതെ ബസ് വിട്ടുകൊടുക്കില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. അതോടെ പോലീസ് നാട്ടുകാർക്കു നേരെ ലാത്തി വീശി. നാട്ടുകാർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു. നാട്ടുകാർ ഇളകിയതോടെ പോലീസിന് രക്ഷയില്ലാതായി. അവർ തങ്കമണിയിൽ നിന്ന് ജീപ്പിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ ജീപ്പിനെ പിന്തുടർന്ന് കല്ലെറിഞ്ഞു. അതോടെ പോലീസിന് വൈരാഗ്യമായി. അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞിരുന്നു. നാട്ടുകാരുടെ കല്ലേറിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ടു പോയ പോലീസ് പിറ്റേന്ന് സർവ്വസന്നാഹങ്ങളുമായി തങ്കമണിയിലെത്തി. പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന IC തമ്പാൻ്റെ നേതൃത്വത്തിലായിരുന്നു പോലീസിൻ്റെ പടയൊരുക്കം. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയതോടെ നാട്ടുകാർ വീണ്ടും സംഘടിച്ചെത്തി. ഈ സംഘർഷത്തിനിടയിൽ പോലീസിൻ്റെ ജീപ്പും പോലീസ് ഔട്ട്പോസ്റ്റും ആരോ തീവച്ചു നശിപ്പിച്ചു. കാര്യങ്ങൾ വഷളാകുമെന്ന് മനസ്സിലാക്കിയതോടെ ആരോ പള്ളിയിൽ വിവരമറിയിച്ചു. പള്ളിയിൽ നിന്ന് കൂട്ടമണി മുഴങ്ങി. കൂട്ടമണി കേട്ട നാട്ടുകാർ അവിടേക്ക് ഇരച്ചെത്തി. സംഘർഷം കൈവിട്ടു പോകുമെന്ന ഘട്ടമെത്തിയപ്പോൾ പോലീസ് വെടിവെച്ചു. ഇതിനിടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായി തേക്കമലയും പള്ളി വികാരി ഫാദർ ജോസ് കോട്ടൂരും ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. നാട്ടുകാർക്കു നേരെ പോലീസ് അക്രമം അഴിച്ചുവിട്ടു. അന്നുണ്ടായ ലാത്തിചാർജിലും വെടിവയ്പിലും നിരവധി ആൾക്കാർക്ക് പരിക്കേറ്റു. ഈ സംഘർഷത്തിലൊന്നും പങ്കെടുക്കാതെ ഇതെല്ലാം കണ്ടുകൊണ്ട് മാറി നിൽക്കുകയായിരുന്ന കോഴിമല അവറാച്ചൻ എന്നയാൾ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. ഉടുമ്പയ്ക്കൽ മാത്യുവിന് 2 കാലുകളും നഷ്ടപ്പെട്ടു. പോലീസ് വെടിവെച്ചതോടെ നാട്ടുകാരൊക്കെ പിരിഞ്ഞുപോയി. പക്ഷേ പോലീസിൻ്റെ കലി അടങ്ങിയിരുന്നില്ല. നേരം അർദ്ധരാത്രിയായി. വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി രാത്രിയുടെ മറവിൽ 100 കണക്കിന് പോലീസുകാർ തങ്കമണിയിലെത്തി. വീടുകളുടെ വാതിൽ ചവിട്ടി തുറന്ന് പരിശോധന നടത്തി. തങ്കമണിയിലെയും പാണ്ടിപ്പാറയിലെയും എല്ലാ വീടുകളിലും പോലീസ് നരനായിട്ട് നടന്നു. 31 പേരെയാണ് ആ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്റ്റേഷനിലെത്തിച്ചവരെ മർദ്ദിച്ചവശരാക്കി പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നുമൊക്കെയായി വിട്ടയച്ചു. വിട്ടയച്ചവർക്ക് വീണ്ടും പോലീസിൻ്റെ മർദ്ദനം ഏൽക്കാതിരിക്കാനായി ഇടിപ്പാസ് നൽകി. ഈ പാസ് കാണിച്ചാൽ പിന്നീടുള്ള പോലീസ് മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു അത്രേ. സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം അന്ന് പോലീസിൻ്റെ ക്രൂരതയ്ക്കിരകളായി. വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചു.
വീടുകളിൽ അതിക്രമിച്ചു കയറിയ പോലീസ് തങ്ങളെ ഉപദ്രവിക്കുക മാത്രമല്ല പണവും സ്വർണ്ണാഭരണങ്ങളും അടക്കമുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊള്ളയടിച്ചെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. പോലീസ് നരനായാട്ടിനു ശേഷം സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ആളുകളെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് നരനായാട്ടിനിടയിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതായും അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കസ്റ്റഡിയിലെടുത്ത പുരുഷന്മാരെ പോലീസ് മൂന്നാം മുറയ്ക്ക് ഇരകളാക്കി. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. തങ്കമണി സംഭവം വ്യാപകമായ പ്രതിഷേധങ്ങളുണ്ടാക്കി. പ്രതിപക്ഷം ഈ വിഷയത്തെ നന്നായി മുതലെടുത്തു. പൊതുസമൂഹം വിഷയം ഏറ്റെടുത്തു. തങ്കമണി സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് ജനങ്ങൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. 12 ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് 300 കിലോമീറ്ററിലധികം നടന്നാണ് തങ്കമണിയിലെ ആളുകൾ ഗവർണർ പി രാമചന്ദ്രനെ കാണാനായി തലസ്ഥാനത്തെത്തിയത്. ഒക്ടോബർ 22 രാത്രി തങ്ങൾ അനുഭവിച്ച കൊടും യാതനകൾ മുദ്രാവാക്യങ്ങളായി അന്തരീക്ഷത്തിൽ ഉയർന്നു. വെടിയേറ്റു മരിച്ച കോഴിമല അവറാച്ചൻ്റെ കല്ലറയിൽ നിന്നായിരുന്നു 25 അംഗങ്ങളുള്ള ആ സംഘത്തിൻ്റെ യാത്ര തുടങ്ങിയത്. ആ യാത്ര തലസ്ഥാനത്തെത്തിയപ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 100 കണക്കിന് ആളുകൾ ആ സംഘത്തിൽ ഒപ്പം കൂടി. കുറ്റക്കാരായ പോലീസുകാരെ ശിക്ഷിക്കണമെന്നും തങ്കമണി സംഭവം CBI അന്വേഷിക്കണമെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. പാതിരാത്രി നേരത്ത് വീടുകൾ കയറിയിറങ്ങി അമ്മ പെങ്ങന്മാരെ അപമാനിച്ച പോലീസെ നിങ്ങൾക്ക് മാപ്പില്ല എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം. തങ്കമണിയിലെ പോലീസ് അക്രമത്തിൽ കൈയൊഴിഞ്ഞ 22 വയസ്സുകാരനും ഗുരുതരമായി മർദ്ദനമേറ്റ് അവശരായിരുന്നവരും അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോലീസിനു നേരെ വാളോങ്ങിയ സാലിയുടെ അമ്മ ചിന്നമ്മയും ഉൾപ്പെടെ അതിക്രമത്തിൽ ഇരകളായ നിരവധി പേർ ആ സമരത്തിനെത്തിയിരുന്നു. 1987 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴായിരുന്നു തങ്കമണി സംഭവം അരങ്ങേറിയത്. വിഷയം ആളിക്കത്തിക്കാൻ പ്രതിപക്ഷം നന്നായി ശ്രമിച്ചു. തങ്കമണി സംഭവത്തെ അവർ പ്രചാരണായുധമാക്കി. കരുണാകരൻ പോലീസിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചു. സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധങ്ങൾ നടന്നു. വിഷയം ദിവസങ്ങളോളം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി. EK നയനാരായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ്. കൊലയാളി മുഖ്യൻ, കൊലയാളി കരുണാകരൻ, കൊലയാളി സർക്കാർ എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രതിപക്ഷത്തുണ്ടായിരുന്നവർ നിയമസഭയിൽ സർക്കാരിനെതിരെ ഉയർത്തിയത്. സർക്കാരിനെതിരെ പൊതുജനങ്ങളുടെ പ്രതിഷേധം ശക്തിപ്പെടുന്നതിനിടയിൽ പോലീസിനെതിരെ നിരവധി പരാതികൾ കോടതിയിലെത്തി. തങ്കമണി സംഭവത്തിൽ പോലീസിന് തെറ്റു സംഭവിച്ചെന്ന് സർക്കാർ അന്ന് തുറന്നു സമ്മതിച്ചു. തങ്കമണിയിൽ പോലീസ് അന്യായമായി സംഘം ചേരുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് ലഹള നടത്തുകയും ചെയ്തെന്ന് സർക്കാർ അന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു. നാട്ടുകാർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസിനെതിരെ 29 കേസുകൾ ചുമത്തിയിരുന്നു. ദേഹോപദ്രവം, അതിക്രമിച്ചു കയറൽ, മോഷണം, അന്യായമായി സംഘം ചേരൽ, ഭീഷണിപ്പെടുത്തൽ, മാരകായുധങ്ങളുമായി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് പോലീസിനെതിരെ അന്ന് ചുമത്തിയിരുന്നത്. നിരവധി പോലീസുകാർക്കെതിരെ കേസെടുക്കുകയും ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള 5 പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിനോടകം തന്നെ CBI അന്വേഷണവും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് 30-ലധികം ഹർജികൾ കോടതിയിലെത്തിയിരുന്നു. പോലീസ് അതിക്രമത്തിനിടയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് അന്ന് നിരവധി സ്ത്രീകൾ പരാതി ഉയർത്തിയിരുന്നു. പക്ഷേ സർക്കാരും പോലീസും ഇത് നിഷേധിച്ചു. ബലാത്സംഗം നടന്നു എന്നാരോപിച്ച് നിരവധി പരാതികൾ കോടതിയിലെത്തിയപ്പോഴും അങ്ങനെയുള്ള അക്രമങ്ങളൊന്നും സ്ത്രീകൾക്കെതിരെ നടന്നിട്ടില്ല എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി കരുണാകരൻ നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ പ്രതിപക്ഷം നിയമസഭയിൽ ശക്തമായ പ്രതിഷേധമുയർത്തി. പ്രതിഷേധങ്ങൾ ശക്തമായതോടെ തിരിച്ചറിയൽ പരേഡ് നടത്താനായി പോലീസ് തങ്കമണിയിലെത്തി. എന്നാൽ ഈ തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുക്കാൻ സ്ത്രീകൾ തയ്യാറായില്ല. പോലീസ് കൂട്ടബലാത്സംഗം നടത്തിയെന്ന പരാതികൾ വ്യാജമാണെന്നാണ് ഒരു വിഭാഗം നാട്ടുകാർ തന്നെ പറയുന്നത്. തങ്കമണിയിൽ നടന്ന സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്നായിരുന്നു മുഖ്യമന്ത്രി കരുണാകരൻ അന്ന് നിയമസഭയിൽ പറഞ്ഞത്. പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടയിൽ തന്നെ ജസ്റ്റിസ് D ശ്രീദേവിയുടെ മേൽനോട്ടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും കരുണാകരൻ പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്ക് തുറന്നു പറയാനുള്ള സൗകര്യത്തിനായാണ് വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന കമ്മീഷനെ നിയമിച്ചത്. എന്നാൽ ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരെന്നും നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്നും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കരുണാകരൻ ആഭ്യന്തര മന്ത്രിസ്ഥാനം ഒഴിയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യങ്ങൾക്കൊന്നും സർക്കാർ വഴങ്ങിയില്ല. അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരവും കൊടുത്തു.
തങ്കമണി സംഭവം കരുണാകരൻ സർക്കാരിനുണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമല്ലായിരുന്നു. തങ്കമണി സംഭവം നടന്നതിൻ്റെ പിറ്റേ വർഷം 1987 നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം തങ്കമണി സംഭവത്തെ ആയുധമാക്കി. അന്ന് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കേരളത്തിലെത്തി. എന്നാൽ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. സർക്കാരിനും വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ടു. 138-ൽ 78 സീറ്റുകൾ നേടിക്കൊണ്ട് 1987 മാർച്ച് 26-ന് EK നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മന്ത്രിസഭ അധികാരത്തിലെത്തി. പക്ഷേ വിരോധാഭാസമെന്ന് പറയാവുന്ന ഒരു കാര്യം ആ തെരഞ്ഞെടുപ്പിൽ നടന്നു. തങ്കമണി ഉൾപ്പെടുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിൽ വിജയിച്ചത് UDF സ്ഥാനാർത്ഥിയായിരുന്ന റോസമ്മ ചാക്കോയായിരുന്നു. തങ്കമണി സംഭവത്തിൽ പോലീസിനെതിരെ നടപടികളുണ്ടായെങ്കിലും ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. 1977-ൽ കരുണാകരൻ്റെ സർക്കാർ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോഴായിരുന്നു കുപ്രസിദ്ധമായ രാജൻ കൊലക്കേസുണ്ടായത്. നക്സൽ ബന്ധം ആരോപിച്ചായിരുന്നു കോഴിക്കോട്ടെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ കസ്റ്റഡിയിലെടുക്കുന്നതും കക്കയം ക്യാമ്പിൽ വെച്ച് ഉരുട്ടി കൊലപ്പെടുത്തിയെന്നുള്ള ആരോപണം ഉയർന്നതും. രാജൻ പോലീസിന്റെ മർദ്ദനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് തന്നെ പിന്നീട് സമ്മതിച്ചിട്ടുണ്ട്. കേസിൽ സത്യവാങ്മൂലം നൽകിയതിൻ്റെ പേരിൽ അധികാരത്തിലേറി 33 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കരുണാകരന് അധികാരം നഷ്ടപ്പെട്ടു. രാജൻ്റേത് കസ്റ്റഡി മരണമാണെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും തെളിവില്ലാത്തതിനാൽ ശിക്ഷിക്കപ്പെട്ടില്ല. കരുണാകരൻ സർക്കാരിൻ്റെ പോലീസിനെതിരെ ഇങ്ങനെയൊരു പേരുദോഷം നിലനിൽക്കുന്നതിനിടയിലായിരുന്നു തങ്കമണിയിലും പോലീസിൻ്റെ നരനായാട്ട് അരങ്ങേറിയത്. തങ്കമണി സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി വാദങ്ങൾ പലപ്പോഴായി ഉയർന്നു കേട്ടിരുന്നു. പോലീസ് നരനായാട്ട് നടന്നു എന്നുള്ളത് സത്യമായിരുന്നെങ്കിലും കൂട്ടബലാത്സംഗവും മൂന്നാം മുറയുമൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പടച്ചുണ്ടാക്കിയതാണോ എന്നുള്ള സംശയം പിൽക്കാലത്ത് തങ്കമണിക്കാർക്ക് പോലും ഉണ്ടായി. തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി പല കഥകളും സിനിമകളുമൊക്കെ പുറത്തിറങ്ങിയെങ്കിലും അതിലൊക്കെ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ തിരുകിക്കയറ്റിയെന്നും ആരോപണം ഉയർന്നിരുന്നു. മുറിവേറ്റ നാടിൻ്റെ വേദന ഉണങ്ങുന്നതിന് മുൻപ് കൂടുതൽ നാണക്കേടുകൾ ആ നാടിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്നും നാടിൻ്റെ പേര് പുറത്തു പറയാൻ പറ്റാത്ത തരത്തിൽ പോലുമുള്ള അപമാനങ്ങൾ തങ്കമണിയുടെ പേരിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും പലരും ആരോപിച്ചിരുന്നു. അന്നത്തെ വിഷയത്തിന് കാരണക്കാരനായ എലൈറ്റ് ബസിൻ്റെ ഉടമ ദേവസ്യ പിന്നീട് സൂര്യനെല്ലി പീഡനക്കേസിൽ പ്രതിയായി ഒളിവിൽ പോയി. കേരളത്തിൻ്റെ ചരിത്രത്തിലെ മായ്ച്ചാലും മായാത്ത ഒരു കളങ്കമായി തങ്കമണി സംഭവം ചരിത്രത്തിൻ്റെ ഏടുകളിൽ എന്നുമുണ്ടാകും.